ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു കറിയുമായിട്ടാണ്. എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കറി ഉണ്ടാക്കും എന്നത്. ഇന്ന് ഞാൻ താണ്ടെ ഒരു ഉരുളൻകിഴങ്ങ് മസാലയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള പലഹാരങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ താണ്ടെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായി ചതുര പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊന്നും ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഞാൻ വേവിക്കുന്നത്. ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. അപ്പം നമുക്ക് താണ്ട് 2 കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമുക്കതിലേക്കൊരു മസാല ഇടാം. ഒരുപാട് മസാലയൊന്നും വേണ്ട. ഇത്തിരി മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. ഒരു അരമുറി തേങ്ങയുടെ പാല്, നല്ല കുറുകിയ പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതോടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി ഒരു കറിവേപ്പിലയും കൂടി എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് ഇടിയപ്പമാണ്. ഞാനത് കാണിക്കുന്നില്ല. മാവ് കുഴയ്ക്കുന്നതൊന്നും ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അത് ദാണ്ട ഇടിയപ്പത്തട്ടിലേക്ക് തേങ്ങ വെച്ച് അതിലേക്ക് നമ്മൾ ഞെക്കി വെച്ചിട്ടുണ്ട്. അത് ദാണ്ട അടുപ്പയിൽ വെച്ച് ആവി കയറ്റി വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടിയപ്പത്തിനും ഉരുളൻകിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും വരാം. താങ്ക്